ഇനി നമുക്ക് ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ കപ്പ് കേക്ക് ഞാനിവിടെ പാനിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഈ ചോക്ലേറ്റ് കപ്പ് കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കുക്കറിൽ നിങ്ങൾ ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്യുന്ന പോലെ കുക്കറിൽ ഇട്ടിട്ടും ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ കുക്കറിലൊക്കെ ആകുമ്പോൾ കപ്പ് കേക്കൊക്കെ ആകുമ്പോൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് വലിയ പാനിൽ ബേക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി തന്നെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ ഒരു 350 ഫാരനൈറ്റിൽ, സെൻറ്റിഗ്രേഡിലാണെങ്കിൽ ഒരു 175 സെൻറ്റിഗ്രേഡിൽ ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുക്കും. അതിൻ്റെ കറക്റ്റ് സമയം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതേപോലെ ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ മിക്കവരും പറയുന്ന ഒരു 2 പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പരാതി കേക്ക് അല്ലെങ്കിൽ കപ്പ് കേക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് നല്ല പുകച്ചുക വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും ആദ്യം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുമല്ലോ. ഉപ്പിൻ്റെ മുകളിൽ നമ്മൾ ബേസ് വെക്കുമ്പോൾ അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബേസ് വെക്കരുത്. ഉപ്പിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് നന്നായിട്ട് പൊന്തി നിൽക്കുന്ന ബേസ് ആയിരിക്കണം വെക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സാധനം നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുകച്ചുക ഉണ്ടാവും. പിന്നെ രണ്ടാമത് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേക്ക് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ചൂടോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തിരിക്കും. അതേപോലെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ നടുവശം നമ്മുടെ താഴത്തേക്ക് ഇരുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ചൂടാറുന്നതോറും ആ കേക്ക് താഴത്തേക്ക് ഇരിക്കും. അത് കപ്പ് കേക്ക് ആയിരുന്നാലും അങ്ങനെ തന്നെ. പിന്നെ ഇതേപോലെ സ്റ്റൗ ടോപ്പും വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് വേണം. ചെറിയ ചൂടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തണുത്തിട്ടിരിക്കും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് പൊന്തി വരില്ല. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഈ 3 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ കപ്പ് കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാറ്റർ നമ്മളൊരു ലൈനറിലേക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ഈ പേപ്പറിൻ്റെ ഗ്ലാസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ലൈനർ വെക്കുന്നത്. അപ്പോൾ ലൈനർ വെക്കുമ്പോൾ 2 ലൈനർ വെക്കാന്നുണ്ടെങ്കിൽ ഈ കപ്പ് കേക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കപ്പ് കേക്ക് നല്ല ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലൈനർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പും അത് അങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ 2 ലൈനർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പിൻ്റെ മുകളിൽ ബേസ് വെക്കുമ്പോൾ കുറച്ച് പൊന്തിയിട്ടുള്ള ബേസ് വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പുകച്ചൊക്കെയായിരിക്കും. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് എന്തായാലും ചേർക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർക്കാം. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് അരിപ്പയിലിട്ടിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് അരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ പഞ്ചസാരയും കൊക്കോ പൗഡറും ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ആവും. ഇതിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടി ചേർക്കാം. മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറോ എന്നാലും മതി, അത് രണ്ടും സെയിം തന്നെയാണ്. ഞാനിതിലേക്ക് എടുക്കുന്ന മെഷറിംഗ് കപ്പ് 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ അളവ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടി ചേർക്കാം. ഇനി 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം. ഞാനിവിടെ മധുരമില്ലാത്ത കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി മധുരമുള്ള കൊക്കോ പൗഡറാണ് ഉള്ളതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇതിലേക്ക് ആ പഞ്ചസാര ചേർക്കുമ്പോൾ പഞ്ചസാര ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് ചേർത്താൽ മതി. നമ്മൾ എന്തും ഇതേപോലെ ഇങ്ങനെ മെഷറിംഗ് കപ്പിൽ അളവ് എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം. ഈ കൊക്കോ പൗഡറിലൊക്കെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചാലും ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലിയ തരിയായിട്ടുണ്ടാവും. നമ്മൾ അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് ചേർക്കുമ്പോൾ അതെല്ലാം കൂടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവും. ഇതിലേക്ക് ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. എന്നാൽ മാത്രമേ പഞ്ചസാര ഇതിൻ്റെ കൂടെ അങ്ങോട്ട് പെട്ടെന്ന് മിക്സ് ആവുള്ളൂ. ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പഞ്ചസാര തന്നെ 1 കപ്പ് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആയിട്ടാണ് ചേർക്കുന്നത്. ഇതേപോലെ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ സാധാരണ ബ്രൗൺ ഷുഗർ ആയിരുന്നാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ തൈരൊക്കെ ചേർക്കുന്ന സാധനത്തിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ആക്റ്റീവ് ആവും. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക.
ഇതേപോലെ ഇങ്ങനെ ഈ മെഷറിംഗ് സ്പൂൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂൺ വെച്ചിട്ട് നമ്മൾ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഈ മെഷറിംഗ് സ്പൂൺ വാങ്ങാം. ഇതേപോലത്തെ സ്റ്റീലിൻ്റെ തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഇരുന്നാലും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലേക്ക് ചേർത്തു. ഇനി ഇത് അരിപ്പയിൽ ഇട്ടിട്ടൊന്ന് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് ഒട്ടും തരിയില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർക്കുക. മുട്ട ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടാണ് ചേർക്കുന്നത്. ഞാനിവിടെ മുട്ട മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. തൈര് ആയിരുന്നാലും മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് ചേർക്കാം. തൈര് നിങ്ങൾ എടുക്കുമ്പോൾ അധികം പുളിക്കാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് യോഗട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അത് ചേർത്താലും മതി. ഈ യോഗട്ടും പിന്നെ തൈരെന്നും പറഞ്ഞത് രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നാട്ടിലൊക്കെ തൈര് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ തൈര് പെട്ടെന്ന് അങ്ങോട്ട് പുളിച്ച് പോകും. അപ്പോൾ നല്ല പുളിയുള്ള തൈര് ചേർക്കരുത്, ഒന്ന് ചെറുതായിട്ട് ചെറിയ പുളിയുള്ള തൈര് ചേർത്താൽ മതി. അപ്പോൾ തൈരായിരുന്നാലും ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ തൈരും ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ മെഷറിംഗ് കപ്പിൽ ഒഴിച്ചിട്ടെടുക്കുക. ഇത് കറക്റ്റ് 1/2 കപ്പുണ്ട്. ഇതും ഈ മിക്സിയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏത് ടൈപ്പ് വെജിറ്റബിൾ ഓയിലായിരുന്നാലും മതി. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അതായിരുന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വെജിറ്റബിൾ ഓയിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തേക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇത് മെഷറിംഗ് ടേബിൾ സ്പൂണിലാണ് എടുത്തേക്കുന്നത്. ഈ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂണിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇതിനകത്ത് എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു 1/4 ഭാഗം ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ മെഷറിംഗ് സ്പൂണിൽ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ടേബിൾ സ്പൂണിൽ ചേർക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഒരു 1/4 ഭാഗം കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കുക. പക്ഷെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ ടേബിൾ സ്പൂണോ മെഷറിംഗ് കപ്പൊക്കെയും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുക. കാരണം ഇതിനൊന്നും അധികം വിലയൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഞാനിവിടെ ടീസ്പൂണിലാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അടിയിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കപ്പ് കേക്ക് ലൈനേഴ്സ് വേണം. ഇത് ഒന്നല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അല്ലെങ്കിൽ ആമസോണിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ആമസോണിൽ നമുക്ക് പല ടൈപ്പ് വെറൈറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ആമസോണിൽ പോയിട്ട് ഇതേപോലെ ഇങ്ങനെ കപ്പ് കേക്ക് ലൈനേഴ്സ്, ഇതേപോലെ കപ്പ് കേക്ക് ലൈനേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പല ടൈപ്പ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാനിൽ വെച്ചിട്ടാണ് ഈ കപ്പ് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഈ ലൈനറിൽ മാത്രം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇതേപോലത്തെ പേപ്പറിൻ്റെ കപ്പ് ആണ് വാങ്ങിച്ചേക്കുന്നത്. പേപ്പറിൻ്റെ വേണം, പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ കപ്പ് പറ്റില്ല. ഇതേപോലെ പേപ്പറിൻ്റെ കപ്പ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയ്ക്ക് വലിപ്പമുള്ളതായിരിക്കും ഇതിന് ഒരു കറക്റ്റ് ആയിട്ട് കിട്ടുക. ഞാനിവിടെ ഒരു ചെറുതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഭയങ്കര ചെറുതായിപ്പോൾ. പേപ്പറിൻ്റെ തന്നെ എടുക്കണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കരുത്. ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ കുറച്ച് മാത്രം മതി, ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് മതി. ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോകണ്ട,
ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പൊന്തിക്കണം. അപ്പോൾ ആ വലിപ്പത്തിൽ നിങ്ങൾ കപ്പ് കട്ട് ചെയ്തിട്ടെടുക്കണം. കാരണം ഈ കപ്പ് ഭയങ്കര ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ അത്രയ്ക്ക് കറക്റ്റായിട്ടിരിക്കില്ല. അപ്പോൾ ഈ വലിപ്പമുള്ള കപ്പാണ് ഇതിന് കറക്റ്റ് പാകം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ കുറച്ച് വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്ന പാനാണ് എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ തന്നെ പാൻ വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല വലിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ് ആയിരുന്നാലും മതി. ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ ചുളുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കും. ഇനി ഇതിലേക്ക് മിക്സ് ഒഴിക്കുക. മിക്സ് ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലൈനറിൻ്റെ ഒരു അര കപ്പ് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. 3/4 കപ്പ് ഒട്ടും ഒഴിക്കരുത്. അര കപ്പ് മാത്രം ഒഴിച്ചാൽ മതി. കാരണം ഇത് ബേക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും അങ്ങോട്ട് പൊന്തി ആകെ പുറത്തേക്ക് പോകും. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വലിയ പരന്നിട്ടുള്ള ഒരു പാൻ എടുക്കുക. ഇനി തീ ഓണാക്കുക. ഈ പാനിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കാൻ പോണതിന് മുമ്പ് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാനിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം നന്നായിട്ട് വറ്റി പാനൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കണം ഉപ്പ്. അപ്പോൾ ഈ ഉപ്പ് നമ്മൾ ഇത് ഒരു പ്രാവശ്യം ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സെയിം ഉപ്പ് വെച്ചിട്ട് തന്നെ നമുക്കൊരു 7-8 പ്രാവശ്യങ്ങളൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സെയിം ഉപ്പ് തന്നെ. ഈ ഉപ്പ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കാം. ഇപ്പോൾ ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ഉപ്പ് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മുകളിൽ കാണിക്കുമ്പോൾ നന്നായിട്ട് ചൂട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ബേസ് വെക്കണം. ഈ ബേസ് വെക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ഇതേപോലെ ഇങ്ങനെ പൊന്തിയിരിക്കുന്ന ബേസ് വെക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ മൂടി വെച്ചിട്ടാണ് ഇത് മൂടാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കണ ആ പാൻ്റെ മൂടി വെച്ചിട്ട് മൂടി വയ്ക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കപ്പ് കേക്ക് നിങ്ങൾ മൂടി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് പൊന്തിയിട്ടുള്ള മൂടി വെച്ചിട്ട് വേണം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ കപ്പ് കേക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും പൊന്തി വരും. അപ്പോൾ ഇതിങ്ങനെ താണിരിക്കുന്ന മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പ് കേക്ക് പൊന്തി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മൂടിയുമ്പോൾ തട്ടും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇത് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആ ടൂത്ത് പിക്ക് അങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇങ്ങനെ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ടാമത്തെ ഉണ്ടാക്കിയേക്കണ കപ്പ് കേക്ക് ആദ്യം ഉണ്ടാക്കിയേക്കണതിനേക്കാളും ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ബാറ്റർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ കപ്പ് കേക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇത് ഈ ലൈനറിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതെല്ലാവരും ഈ ലൈനറുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കും. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോക്ലേറ്റ് ഇഷ്ടമാവുന്നവർക്കൊക്കെയും ഇത് നല്ല ഇഷ്ടമായിരിക്കും.